നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. കലങ്ങിയ വെള്ളം തെളിയണമെങ്കിൽ അതിനെ അല്പനേരം അനക്കാതെ മാറ്റിവെക്കണം. പ്രക്ഷുബ്ധമായ മനസ്സ് ശാന്തമാകണമെങ്കിൽ അല്പനേരം മനസ്സ് മറ്റൊന്നിൽ കേന്ദ്രീകരിക്കണം. ഈശ്വരധ്യാനത്തിൽ മുഴുകിയാൽ മനസ്സ് ശാന്തമാകുന്നത് അതുകൊണ്ടാണ്. ശൈവ വൈഷ്ണവ തേജസ്സുകളുടെ സമന്വയമാണ് അയ്യപ്പൻ. അതിനാൽ തന്നെ അയ്യപ്പനെ തൊഴുതാൽ ശിവനെയും വിഷ്ണുവിനെയും തൊഴുതതിന് തുല്യമാണ്. വിഷ്ണുമായയിൽ പിറന്ന പുത്രനായതുകൊണ്ട് ദേവീപ്രീതിക്കും അയ്യപ്പ ദർശനം ഇടയാക്കുന്നു. പഴയ കാലത്ത് മിക്ക കുടുംബങ്ങൾക്കും സ്വന്തമായ ആരാധനാ സ്ഥാനങ്ങളും സ്വന്തം കുടുംബദേവതകളും ഉണ്ടായിരുന്നു. എന്നാൽ കൂട്ടുകുടുംബ വ്യവസ്ഥ ഇല്ലാതായപ്പോൾ അതിൽ ചില ആരാധനാ സ്ഥാനങ്ങൾ ക്ഷേത്രങ്ങളായി മാറ്റപ്പെടുകയും ട്രസ്റ്റുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. മറ്റു ചില ആരാധനാമൂർത്തികളെ വേറെ ചില അമ്പലത്തിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിച്ചു. അതുകൊണ്ടാണ് പല കുടുംബങ്ങളുടെയും പരദേവതാ സ്ഥാനങ്ങൾ ദൂരെയുള്ള മറ്റ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. ശരണമന്ത്രം ജപിക്കുന്നു തരളമെൻ ഹൃദയം. ശബരിഗിരിയുടെ ഹരിത നെറുകയിൽ ഉദയരവികിരണം. ദുരിത നിഴലുകളകലും അനുപമ കനക സോപാനം. സ്വാമി ദർശന സുഹൃത മലരിൽ നിറയെ മകരന്തം. അഖില ബാന്ധവൻ അഭയവരദൻ വീരമണികണ്ഠൻ. അന്തരംഗ വിഹാരിയല്ലേ സ്വാമി അയ്യപ്പൻ. അഖില ബാന്ധവൻ അഭയവരദൻ വീരമണികണ്ഠൻ. വ്രതശുദ്ധനായ സ്വാമി ഭക്തന്റെ ശബരിമല പുറപ്പാടിനുള്ള തയ്യാറെടുപ്പാണ് കെട്ടുനിറയ്ക്കൽ എന്ന ചടങ്ങ്. ഇരുമുടി കെട്ട് നിറയ്ക്കുക എന്നത് ഒരു പൂജാവിധിയാണ്. തത്വമസിയുടെ സത്യദീപ്തിയിലുള്ള ഉണരേണം പുണ്യമലയുടെ. ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നതിനുള്ള ചടങ്ങുകൾ ഇപ്രകാരമത്രേ. വീടിന്റെ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ അയ്യപ്പ ചിത്രം വെച്ച് നിലവിളക്ക് കൊളുത്തുന്നു. 5 തിരിയിട്ട നിലവിളക്കും ഗണപതിയൊരുക്കും തയ്യാറാക്കി വേണം കെട്ടുനിറയ്ക്കലിന്റെ ചടങ്ങുകളിലേക്ക് കടക്കേണ്ടത്. സ്വാമി അയ്യപ്പൻ അഖില ബാന്ധവൻ അഭയവരദൻ വീരമണികണ്ഠൻ. അന്തരംഗ വിഹാരിയല്ലേ സ്വാമി അയ്യപ്പൻ. ഇരുമുടി, കാണിക്കസഞ്ചി, മലർസഞ്ചി, ചരട്, നാളികേരം, കോർക്ക്, പപ്പടം, തിരുത്തുണി, ശുദ്ധമായ നെയ്യ്, ശർക്കരയുണ്ട, കാണിപ്പൊന്ന്, നാളികേരം, വെറ്റില, അടയ്ക്ക, നാണയം, ഉണക്കലരി, ചന്ദനത്തിരി, കർപ്പൂരം, അഷ്ടഗന്ധം, ഭസ്മം, പന്നിനീർ, വിരി, തൂശനില എന്നിവ കെട്ടുനിറയ്ക്കാൻ വേണ്ട ഘടകങ്ങളത്രേ. ഗണപതി ഒരുക്കു വെച്ച്
5 തിരിയിട്ട നിലവിളക്കിൽ തിരികൊളുത്തി വേണം കെട്ടുനിറയ്ക്കൽ ചടങ്ങ് ആരംഭിക്കാൻ. ചെത്തിമിനുക്കിയ തേങ്ങ, മലർപ്പൊടി, അരിപ്പൊടി, ശർക്കരയുണ്ട, പപ്പടം എന്നിവയും കെട്ടുനിറയ്ക്കാനായി സംഘടിപ്പിക്കേണ്ടതായുണ്ട്. സകല മനസ്സിലും ഈ കടാക്ഷം അലിവുണർത്തേണം. നിന്റെ നാമസ്മൃതിയിൽ മനസ്സിൽ മഞ്ഞ് പൊഴിയണം. സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം ഗണപതി പൂജയോടെയാകണം കെട്ടുനിറയ്ക്കേണ്ടത്. കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിഞ്ഞ് നെയ്യ് നിറയ്ക്കാനുള്ള നാളീകരത്തിന്റെ മുഖം കാട്ടി ശുദ്ധമാക്കണം. പിന്നീട് പുതിയ പായ് വിരിച്ച് അതിൽ നാളീകരം വയ്ക്കുക. നെയ്യ് ഉരുക്കി ഗ്ലാസ്സിൽ നിറച്ചു വേണം തേങ്ങയിൽ നിറയ്ക്കുവാൻ. നെയ്യ് തേങ്ങയിൽ നിറച്ചതിന് ശേഷം കോർക്കിട്ടടച്ച് കുതിർത്ത പപ്പടം കൊണ്ടൊട്ടിക്കുക. അതിനു മുകളിൽ ചെറിയ തിരുത്തുണിയും പതിച്ചു വയ്ക്കാവുന്നതാണ്. വാഴുന്ന പൂങ്കാവനം, ആത്മീയ ചൈതന്യ വൃന്ദാവനം, അയ്യപ്പൻ വാഴുന്ന പൂങ്കാവനം. പുഴുക്കലരി, അരിയുണ്ട, കർപ്പൂരം, ഭസ്മം, ചന്ദനം, 3 നാളികേരം എന്നിവയാണ് പിൻകെട്ടിൽ നിറയ്ക്കുന്ന ദ്രവ്യങ്ങൾ. ഈ 3 നാളികേരങ്ങളിൽ യഥാക്രമം 1 പമ്പയിലടിക്കുവാനും, രണ്ടാമത്തേത് 18-ാം പടിയിൽ ഉടയ്ക്കുവാനും, മറ്റൊന്ന് മാളികപ്പുറത്ത് ഉരുട്ടുവാനുമാണ്. അനുമാത്ര ചെയ്യുന്നു തീർത്ഥാടനം, അയ്യപ്പൻ വാഴുന്ന പൂങ്കാവനം. നെയ്യ് തേങ്ങയിൽ നിറയ്ക്കുന്ന ചടങ്ങ് അതീവ സവിശേഷതയോടെ ചെയ്യേണ്ട ഒരു ചടങ്ങത്രേ. നെയ്യ് അഭിഷേകത്തിന് വേണ്ടിയാകണം നിറച്ചു കൊണ്ടുപോകേണ്ടത്. തേങ്ങയുടച്ച് നെയ്യ് അഭിഷേകം ചെയ്യുമ്പോൾ ആത്മാവ് അയ്യപ്പനിൽ വിലയം പ്രാപിക്കുന്ന പ്രതീകാത്മകമായ ചടങ്ങാണ് നടക്കുന്നത്. ശരണം വിളികളോടെ ദക്ഷിണ സങ്കല്പിച്ച് വെറ്റിലയും അടക്കയും നാണയവും ചേർത്തുകെട്ടി ആദ്യം കെട്ടിൽ വയ്ക്കുക. മലയ്ക്ക് പോകുന്ന സ്വാമി അന്നദാന പ്രഭുവിനെ ഓർത്ത് ശരണം വിളിച്ച് 3 പിടി അരി കെട്ടിൽ നിറയ്ക്കുക. മലർ, ശർക്കരയുണ്ട, അരിപ്പൊടി തുടങ്ങിയവ മുൻകെട്ടിലും, പടിക്കലടയ്ക്കാനുള്ള നാളീകരം, കർപ്പൂരം, സാമ്പ്രാണി, ചന്ദനത്തിരി, ഭസ്മം തുടങ്ങിയവ പിൻകെട്ടിലുമാക്കി ചരട് വെച്ച് കൂട്ടിക്കെട്ടുക. സാധാരണയായി ഒരു ഗുരുസ്വാമിയുടെ കാർമ്മികത്വത്തിലാണ് കെട്ടുനിറ ചടങ്ങുകൾ നടന്നു വരുന്നത്. 18 വർഷം തുടർച്ചയായി നോമ്പുനോറ്റ് 18 പടി ചവിട്ടിയ ഭക്തർ പെരിയ സ്വാമി അല്ലെങ്കിൽ ഗുരുസ്വാമി എന്നറിയപ്പെടുന്നു. അയ്യപ്പന്മാർ ശിരസിലേന്തുന്ന ഇരുമുടിക്കെട്ടിലെ മുൻകെട്ടിൽ ഈശ്വരന് അർപ്പിക്കാനുള്ള സാധനങ്ങളാണ് നിറയ്ക്കുക. മുദ്രത്തേങ്ങ, ഇണത്തേങ്ങ, ഉണക്കലരി, കാണിപ്പൊന്ന്, ശർക്കരയുണ്ട, മലർസഞ്ചി, മഞ്ഞൾപ്പൊടി, വെറ്റില, അടയ്ക്ക എന്നിവയാണ് മുൻസഞ്ചിയിൽ നിറയ്ക്കുക. ഈ ദ്രവ്യങ്ങൾ ഓരോന്നും പ്രത്യേകമായി വാട്ടിയ ഇലയിൽ പൊതിഞ്ഞോ പ്രത്യേക സഞ്ചികളിൽ നിറച്ചോ വേണം കെട്ടിനുള്ളിൽ വെക്കേണ്ടത്. ഇരുമുടിക്കെട്ട് തയ്യാറാക്കിയതിനു ശേഷം ഗുരുസ്വാമിക്ക് ദക്ഷിണ നൽകണം. അതിനുശേഷം കെട്ടിന് മുകളിൽ വെറ്റില, പാക്ക്, നാണയം എന്നിവ ചേർത്ത് വീണ്ടും ദക്ഷിണ വയ്ക്കണം. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പാപങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രായശ്ചിത്തമായി സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞു വേണം ദക്ഷിണ വയ്ക്കാൻ. അതിനുശേഷം സാഷ്ടാംഗം നമസ്കരിക്കണം. ഈ ദക്ഷിണയും ഗുരുസ്വാമിക്ക് അവകാശപ്പെട്ടതാണ്. തുടർന്ന് കർപ്പൂരമൊഴിഞ്ഞ് ഗുരുസ്വാമി തലയിലേറ്റ് തരുന്ന കെട്ടുമായി ശരണം വിളിയോടെ യാത്ര ആരംഭിക്കുകയാണ് ഓരോ അയ്യപ്പനും ചെയ്യുന്നത്. 18 പടി ചേർന്ന സന്നിധാനം, 14 ലോകത്തിൻ പുണ്യദാനം, അയ്യപ്പൻ വാഴുന്ന ഇടവമാസത്തിലെ അത്തമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം. അത്തം ദിവസം കൊടിയേറി തിരുവോണത്തിന് അവസാനിക്കുന്നതായിരുന്നു ഇവിടുത്തെ ഉത്സവം. മുൻപ് ഇത് വൃശ്ചിക മാസത്തിലായിരുന്നു നടന്നിരുന്നത്. ശ്രീഭൂതബലി, ഉത്സവബലി, പള്ളിവേട്ട, ആറാട്ട്,
തുടങ്ങിയ എല്ലാ ഉത്സവ ചടങ്ങുകളും ശബരിമലയിലുമുണ്ട്. തൊഴാം ജീവിതമല കേറും നേരത്തു കുനിഞ്ഞെന്നെ തോളേറ്റും കളഭത്തിൻ കനിവേ തൊഴാം. ഭഗവാനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ശരംകുത്തിയാലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പള്ളിവേട്ട. ക്ഷുദ്രശക്തികളുടെ മേൽ ഭഗവാൻ നേടുന്ന വിജയമെന്നാണ് ഇതിനർത്ഥം. പള്ളിവേട്ട കഴിഞ്ഞ് തിരികെ വരുന്ന ഭഗവാൻ അന്നു രാത്രി മണ്ഡപത്തിൽ പള്ളി ഉറങ്ങി പിറ്റേന്ന് അതിരാവിലെ വിശുദ്ധ വസ്തുക്കൾ കണി കണ്ട് തിരിച്ചു പോകുന്നു. ഇതാണ് പള്ളിവേട്ടയുടെ ദൈവികമായ സങ്കല്പം. കാനനങ്ങളിലരൻ കളിറായി കളിച്ചപ്പോൾ കാർന്നെടും കണ്ണുമ പെടിയായപ്പോൾ കാനനങ്ങളിലരൻ കളിറായി കളിച്ചപ്പോൾ കാർന്നെടും കണ്ണുമ പെടിയായ. പമ്പയിലേക്ക് വാദ്യഘോഷങ്ങളുടെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ സ്വാമി അയ്യപ്പൻ എഴുന്നള്ളത്താണ് ആറാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആറാടിക്കഴിഞ്ഞതിന് ശേഷം രാത്രിയോടുകൂടി ഭഗവാൻ സന്നിധാനത്തേക്ക് തിരിച്ചു പോകുന്നു. താരമെടുത്ത നിൻ ആനന്ദവനമല്ലി ഭുവനത്രയം ചിന്താമണിയായി ചിത്രഭ മുഴക്കുന്ന. 10 ദിവസത്തെ ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത് കൊടിയിറക്കത്തോടെയാണ്. 10ാമത് ദിവസം ശീവേലി വിഗ്രഹത്തിൽ നിന്നും ചൈതന്യ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്നതോടുകൂടി ഉത്സവത്തിന് പരിസമാപ്തിയാവുന്നു. മറ്റു ക്ഷേത്രങ്ങളിലെ ഉത്സവാഘോഷങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടുള്ളതൊന്നും ശബരിമലയിലില്ലെങ്കിലും ഭൂപ്രദേശവും അന്തരീക്ഷവും സൃഷ്ടിക്കുന്ന അഭൗമമായൊരു സന്തോഷാന്തരീക്ഷമാണ് ശബരിമല ഉത്സവത്തിന്റെ പ്രധാന സവിശേഷത. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ നാം ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശകുനങ്ങൾക്ക് നമ്മുടെ ജയാപജയങ്ങൾ നിർണ്ണയിക്കാൻ കഴിവുണ്ടോ? യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ പൂർവികരുടെ അനുഭവത്തിൽ നിന്നും രൂപപ്പെട്ടത് മാത്രമാണ്. എന്നാൽ ഇതിൽ വിശ്വസിക്കുന്നവരുടെ മനോനിലയിലും അതിലൂടെ അവരുടെ അനുഭവങ്ങളിലും സ്വാധീനം ചെലുത്താൻ ഈ ശകുനങ്ങൾക്ക് കഴിയും എന്ന് മാത്രം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.